ഹലോ, അസ്സാം വലൈക്കും. നമുക്ക് ഇന്നുള്ളത് ഒരു പൈനാപ്പിൾ കേക്കാണ്. ഞാൻ സെയിൽ ചെയ്ത പൈനാപ്പിൾ കേക്കിന്റെ റെസിപ്പി നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വെറും ഒരു പൈനാപ്പിൾ കേക്ക് അല്ല, എഗ്ലെസ് പൈനാപ്പിൾ കേക്കാണ് കേട്ടോ. അപ്പോൾ എഗ്ലെസ് കേക്ക് മിക്ക ആൾക്കാർക്കും ഫ്ലോപ്പായി പോവാറുണ്ട്. ഞാൻ സെയിൽ ചെയ്യുന്ന എഗ്ലെസ് കേക്ക് വെച്ചിട്ടുള്ള പൈനാപ്പിൾ കേക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് ½ kg എഗ്ലെസ് കേക്ക് ആയതുകൊണ്ട് ഞാൻ ½ kgയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യം തൊട്ട് അവസാനം വരെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ. ഫസ്റ്റ് തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. നമ്മളിവിടെ മുട്ട യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് അധികം മൈദ വേണം. അതായത് 1½ കപ്പ് മൈദ നമുക്ക് എടുക്കാം. 1 ടീസ്പൂൺ ഓഫ് ബേക്കിംഗ് പൗഡർ, പിന്നെ ½ ടീസ്പൂൺ ഓഫ് ബേക്കിംഗ് സോഡ. ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 3 ടൈംസ് എങ്കിലും സീവ് ചെയ്തെടുക്കണം, അരിച്ചെടുക്കണം കേട്ടോ. മുട്ട എടുക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ തൈരാണ് ഇവിടെ എടുത്തിട്ടുള്ളത് സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട്. അതൊരു ½ കപ്പ് എടുത്തിട്ടുണ്ട്. പൗഡേർഡ് ഷുഗർ നമ്മളൊരു 1 കപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു 1 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ½ കപ്പ് സൺഫ്ലവർ ഓയിൽ എടുക്കുന്നുണ്ട്. പക്ഷെ അതിപ്പോൾ മിക്സ് ചെയ്യണില്ല, മാറ്റി വെക്കുവാണ്. നമ്മൾ ആദ്യം എടുത്ത കേർഡ് എസൻസ് ഉണ്ടല്ലോ, ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല ടൈം എടുത്ത് മിക്സ് ചെയ്യുവാണെങ്കിൽ അത്രയും സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടും കേട്ടോ കേക്ക്. ഞാനിവിടെ കൈ കൊണ്ടാണ് മിക്സ് ചെയ്ത് കാണിച്ചു തന്നത്. ബീറ്റർ യൂസ് ചെയ്തിട്ടില്ല. ബീറ്റർ ഇല്ലാത്തവർക്കും ഇതുപോലെ ചെയ്ത് കേക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ മാറ്റി വെച്ച ആ ഓയിൽ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. എടുത്തിരിക്കുന്ന എല്ലാ ലിക്വിഡ് ഇൻഗ്രീഡിയൻസും നല്ലപോലെ മിക്സ് ആവണം. ഇനി നമ്മൾ അടുത്ത നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കുറച്ച് ഇട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പം ഉണ്ടാക്കുന്ന സ്പഞ്ച്ലെസ് കേക്ക് നമുക്ക് ഏത് ഫ്ലേവേഴ്സ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. ലൈക്ക് ഇപ്പം നമ്മൾ എടുത്ത പൈനാപ്പിൾ കേക്ക് പോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്ട്രോബെറീസോ ചോക്ലേറ്റോ അങ്ങനെ ഏതിലും എഗ്ലെസ് ആയിട്ട് ഈ സ്പഞ്ച് കേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് 3/4 അതായത് 1/4 കപ്പ് പാല് ആഡ് ചെയ്ത് കൊടുക്കാം. പാല് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഒരുപാട് പാൽ ഒഴിച്ചിട്ട് കട്ട പിടിച്ച പോലെ ഒന്ന് മിക്സ് ചെയ്തത് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് പയ്യെ മിക്സ് ചെയ്തെടുത്താൽ മതി. ദാ കണ്ടില്ലേ, ഇതുപോലെ നല്ല സ്മൂത്ത് ടെക്സ്ചർ ആയിരിക്കണം. അതുപോലെ നമ്മൾ ഈ ടെക്സ്ചർ നമ്മുടെ ഈ മൈദയുടെ ബാറ്റർ എടുക്കുമ്പോൾ നമുക്ക് 8 പോലെ ഇങ്ങനെ വരയ്ക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ അത് കറക്റ്റായി എന്നർത്ഥം. കേക്ക് ബാറ്റർ നമുക്ക് മാറ്റി വെച്ചിട്ട് ഇനി കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടിന്നെടുക്കാം. ബട്ടർ പേപ്പർ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്ക് കുറച്ച് ഓയിൽ എടുത്തിട്ട് ടിന്നൊന്ന് ഗ്രീസ് ചെയ്യും. ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം അതും ഒന്ന് നല്ലപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് സൈഡിലൊക്കെ ഒന്ന് ഓയിലിട്ട് ഗ്രീസ് ചെയ്യാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കേക്ക് ബാറ്റർ നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ബാറ്റേഴ്സ് ഒഴിക്കുമ്പോൾ നമ്മളെപ്പോഴും പൊക്കി ഒഴിക്കാൻ ശ്രമിക്കുക. അപ്പം അധികം അങ്ങോട്ട് എയർ ബബിൾസ് കയറില്ല. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാബും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ എയർ ബബിൾസും പോയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പിലാണ് വെക്കുന്നത്. ഇതൊരു 40 to 45 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ ഇടയിലൊന്നും തുറന്നു നോക്കരുത്. പറഞ്ഞല്ലോ നമ്മൾ പൈനാപ്പിൾ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ ക്രഷസ് ഉണ്ടാക്കണം. മാക്സിമം നല്ല സ്വീറ്റ് ആയിട്ടുള്ള പൈനാപ്പിൾ തന്നെ നോക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരുപാട് ചെറിയ പീസസ് ആയിട്ട് എടുക്കുന്നില്ല. നമുക്കിത് മിക്സിയിലിട്ടൊന്ന് ചെറിയൊരു ക്രഷ് ചെയ്തെടുക്കാനുണ്ട്. എന്നിട്ടാണ് നമ്മളിത് വിളയിച്ചെടുക്കുന്നത് കേട്ടോ. പൈനാപ്പിളിൻ്റെ ഈ കട്ടിയായിട്ടുള്ള സാധനമല്ലേ, ഇതെന്താ പറയുന്നത് എനിക്കറിയില്ല. ഇത് നമുക്ക് വേണ്ട, ബാക്കിയൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സി ജാറിലോട്ട് ഇടാം കേട്ടോ. ഇത് ഷുഗർ പൊടിച്ച മിക്സി ജാറാണ്, അതാണ് അങ്ങനെ ഇരിക്കുന്നത്. നമുക്കിത് പേസ്റ്റ് പോലെ നരയ്ക്കരുത്, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഇതുപോലെ ഇരിക്കണം നമ്മുടെ പൈനാപ്പിൾ. നമ്മളിത് വിളയിക്കാൻ പോകുവാണ്. നമ്മൾ ക്രിസ്മസ് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫ്രൂട്ട്സ് നമ്മൾ വിളയിച്ചെടുക്കില്ല, അതുപോലെ നമ്മൾ ഇപ്പോൾ കേക്കിൽ ആഡ് ചെയ്യാൻ പോകുന്ന ക്രഷാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. കപ്പ് പൗഡേർഡ് ഷുഗർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പൗഡേർഡ് ആയിട്ട് തന്നെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പണി തീരും. മറ്റേത് മെൽറ്റായി കുറേ ടൈം എടുത്ത് വരുമ്പോൾ പെട്ടെന്നാവില്ല. അപ്പോൾ അത് കണ്ടില്ലേ, ഇത് നമ്മൾ വിളയിച്ചതിന് ശേഷമുള്ളതാണ്. ചൂടുണ്ട്, പക്ഷെ ചൂട് ആറിയതിന് ശേഷം മാത്രമേ നമുക്ക് കേക്കിൽ ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ട്, ആറാൻ വെക്കാം. അപ്പോൾ ഒന്നും കൂടി കട്ടിയാവും. അപ്പോൾ അത് ആറുന്ന ടൈം കൊണ്ട് നമുക്ക് കേക്ക് എന്തായി നോക്കാം. ഞാൻ അതിൻ്റെ ഇടയിൽ ഒന്നും തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷമാണ് തുറക്കണേ. കണ്ടില്ലേ, ടൂത്ത് പിക്ക് നല്ലപോലെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ടൂത്ത് പിക്ക് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ബേക്കായി എന്നർത്ഥം. നമുക്ക് അതിൻ്റെ ഇടയിൽ തുറന്നാക്കാം കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ടൈം അറിയാവുന്നതുകൊണ്ട് ഒറ്റ ഇതിലാണ് ഞാൻ തുറന്നു നോക്കിയിട്ടുള്ളൂ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. കുറച്ച് ആറിയതിന് ശേഷം ഞാൻ ഡീമോൾഡ് ചെയ്യുവാണ്. ഫുള്ളൊന്നും ചൂട് പോയിട്ടില്ല, ചെറിയ ചൂടുണ്ട്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈയിട്ട് ഇതാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ ചൂടാറിയതിന് ശേഷം എടുക്കണമായിരിക്കും ബെസ്റ്റ്. അപ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ്നെസ് ഉണ്ടാവും. സോഫ്റ്റ്നെസ് ഇല്ലെന്നല്ല, പക്ഷേ എനിക്ക് ടൈമില്ല, എനിക്ക് കേക്ക് കൊടുക്കണമായിരുന്നു വൈകിട്ട്. ഇത് രാവിലെ പെട്ടെന്ന് വന്ന ഓർഡറാണ് എഗ്ലെസ് കേക്കിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ആ റെസിപ്പി ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ടെക്സ്ചർ കണ്ടില്ലേ, ഭയങ്കര സോഫ്റ്റാണ്. നിങ്ങൾക്കിത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പി തന്നെയാണ്. ഇനി നമുക്കിതൊന്ന് ചൂട് ആറിയതിന് ശേഷം 3 ലെയേഴ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട്
ചെയ്യുമ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യാം. കണ്ടില്ല, നല്ല പഞ്ഞി പോലത്തെ കേക്കാണ്. നമ്മുടെ നോർമൽ കേക്ക് ചെയ്യണമെങ്കിലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട് വിപ്പിംഗ് ക്രീം എടുക്കാം. നോർമൽ 1 kg കേക്കിന് 1 കപ്പ് എടുത്താൽ മതി. ഐസിങ് മാത്രം, ഡെക്കറേഷന് വേറെ. ഞാനിവിടെ 3/4 കപ്പോളം ക്രീം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ ക്രീമിലോട്ട് നമുക്ക് 1-2 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച പൈനാപ്പിൾ ക്രഷ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ചെറിയൊരു ഫ്ലേവർ കിട്ടണമല്ലോ. അതും ബീറ്റർ യൂസ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ 1 kg കേക്ക് ചെയ്യുവാണെങ്കിൽ 2 or 3 ടേബിൾ സ്പൂണോളം എടുക്കാം. ഞാനിവിടെ 1/2 kg ആയതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ എടുത്തത് കേട്ടോ. ഇനി നമുക്ക് കേക്ക് ചെയ്യാം കേട്ടോ. ഐസിങ്ങിലോട്ട് പോകാം. ഞാനിവിടെ 1/2 kg ബേസ് എടുത്തിട്ടുണ്ട്. കേക്ക് ഷേക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രീം അടിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഫസ്റ്റ് ലെയർ ഓഫ് കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോർമൽ ഷുഗർ സിറപ്പിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച പൈനാപ്പിൾ ക്രഷിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഫസ്റ്റ് ലെയർ ക്രീം ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിതിലൊരു വൈറ്റ് ഗനാഷ് ആഡ് ചെയ്യുന്നുണ്ട്. വൈറ്റ് ഗനാഷ് വന്നിട്ട് നമ്മുടെ പൈനാപ്പിൾ കേക്കിൻ്റെ ആ ഒരു പുളിപ്പും ക്രഷ് ആഡ് ചെയ്യുമ്പോൾ ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമുക്ക് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ പൈനാപ്പിൾ ക്രഷ് ഉണ്ടല്ലോ, അത് നമുക്ക് 1 ടേബിൾ സ്പൂണായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് കോമ്പൗണ്ടിൻ്റെ ചെറിയ സ്ലൈസസ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് വേണമെന്നില്ല, ഓപ്ഷണലാണ്. മധുരം ഒരുപാട് വേണ്ടാന്നുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. പത്രമുള്ള അതുപോലെ തന്നെ ഒരു ലെയറും കൂടി നമുക്ക് ചെയ്യാം. ഈ സെയിം സ്പഞ്ചിൽ തന്നെ നമുക്ക് എല്ലാ ഫ്ലേവേഴ്സും ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിത് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ 2 to 3 hours വെക്കാം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് കേക്ക് ഡിസൈൻ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റേഡിയൻറ്റ് പിങ്ക് ആണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കസ്റ്റമർ റെഫറൻസ് പിക്ക് ഒന്നും അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നില്ല. അവർക്കൊരു പൈനാപ്പിൾ കേക്ക് മതി, അതും ഒരു എഗ്ലെസ് കേക്ക് ആയാൽ മതി. ഞാനൊരു ചെറിയ ഡിസൈൻ കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ അതാണ് ഇപ്പോൾ ചെയ്യാനിപ്പോൾ ഒരു ഫ്ലോറിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. കേക്ക് കൊടുക്കുന്നത് വന്നിട്ട് മെയിലല്ല, ഫീമെയിലാണ്. അപ്പോൾ പിന്നെ ഫ്ലോറിൽ ഇരുന്നോട്ടേ എന്ന് വിചാരിച്ചു. ആദ്യം തന്നെ നമ്മൾ പേസ്റ്റൽ പിങ്ക് കൊണ്ട് കേക്ക് ഒന്ന് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കുവാണ്. ഒരു കേക്ക് എങ്ങനെയാണ് നല്ല വൃത്തിയായിട്ട് ഐസിങ് ചെയ്യുക, അതുപോലെ തന്നെ ആ ക്രീം എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് വിപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ വീഡിയോ ചെയ്യും കേട്ടോ. നമ്മുടെ കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഡിസൈൻ ചെയ്യാം. ഞാനിവിടെ ഇങ്ങനത്തെ ഒരു നോസിൽസാണ് എടുക്കുന്നത്. ആ സെയിം ക്രീമിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഡിസൈൻ ചെയ്യുന്നത്. സ്റ്റാർ നോസിൽ ഇട്ട് കഴിഞ്ഞാലും ഇതേ സെയിം ഡിസൈൻ കിട്ടും. കുറച്ചൊരു ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. സെയിം നോസിൽ വെച്ചിട്ട് തന്നെ നമുക്ക് പല ഡിസൈൻസും ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ രീതിയിൽ എനിക്കൊരു ഇതിൽ ഫോട്ടോയിൽ കണ്ട പോലെ ഞാൻ ചെയ്യുന്നു എന്ന് മാത്രം കേട്ടോ. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഫൈനലി നമ്മുടെ ഡിസൈൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി ആ സെയിം നോസിൽ കൊണ്ട് തന്നെ നമ്മൾ അടിയിൽ ബോർഡറായിട്ട് ഇതുപോലെ കൊടുക്കുന്നുണ്ട്. ലെൻസ് വന്ന ആ ക്രീമിൽ ഒരു 3-4 ഡ്രോപ്സ് റേഡിയൻ പിങ്ക് തന്നെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഡാർക്ക് പിങ്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനെന്താ ചെറിയൊരു റോസെറ്റ് കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ഒരു ലീവ്സും കൂടി കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്ന കളർ വന്നിട്ട് ഒലീവ് കളറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. കസ്റ്റമേഴ്സിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ആവുന്ന രീതിക്കും അവർക്ക് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയില്ലേ, അതുപോലെ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഒരു ഇമ്പ്രഷൻ കിട്ടുന്ന രീതിക്കായിരിക്കണം കേക്ക്സ് നമ്മൾ ചെയ്ത് കൊടുക്കുക. അതിൽ ഞാൻ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടാണ് എല്ലാ കേക്ക്സും ചെയ്യാറ്. ഈ കേക്കിനെ കുറച്ചുകൂടി ഭംഗിയാക്കാനായിട്ട് ഞാൻ പേൾസ്, അതായത് ഷുഗർ ബീറ്റ്സ് ഉണ്ട്, വൈറ്റ് പേൾസ്, സിൽവർ പേൾസൊക്കെ ഇങ്ങനെയുള്ള കേക്ക്സിലിടുമ്പോൾ പ്രത്യേക ഭംഗിയാണ്. ലാസ്റ്റായിട്ട് നമുക്കൊരു കസ്റ്റമേഴ്സിൻ്റെ റൈറ്റിങ്സും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്. ഇതാണ് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ കേക്ക് ഡെലിവറി ചെയ്യാൻ ടൈം ആയിട്ടാണ് ഞാൻ പാക്ക് ചെയ്തിട്ട് നമ്മുടെ കസ്റ്റമറിന് കൊടുക്കുവാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ അസ്സലാമു അലൈക്കും.